ഹലോ വെൽക്കം ബാക്ക് ടു സെൽഫ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ക്രിസ്മസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് വീഡിയോയ്ക്കകത്ത് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, 6ാം ക്ലാസ്സിനകത്ത് നിങ്ങൾക്കറിയാം വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മുടെ 6ാം ക്ലാസ് എന്ന് പറയുന്നത്. ആ ക്ലാസ്സിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസുകൾ ഉണ്ട്. അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് മക്കളെ, പെട്ടെന്ന് തന്നെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം നിങ്ങൾ USS നേടണമെന്ന് നിങ്ങൾ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ നിർബന്ധമായിട്ടും 6ാം ക്ലാസ്സിനകത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതിനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ചാണ് നമ്മുടെ പ്രധാനപ്പെട്ട വജ്ര ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം വജ്ര ബാച്ചിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് എൻഡ് ഗെയിം എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററും എൻഡ് ഗെയിമിനകത്ത് ജോയിൻ ചെയ്താൽ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്ററുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവൈലബിൾ ആണ്. അത് മാത്രമല്ല തേർഡ് ടൈമിലേക്ക് വേണ്ട കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ലഭ്യമാണ്. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വജ്രയുടെ ഭാഗമായി മാറുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. മക്കളെ, നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? മക്കൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇതാ. ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതാ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആക്ടിവിറ്റി നമ്പർ 1. അതിൽ നോക്ക്, ഐഡന്റിഫൈ ദ എക്കണോമിക് സെക്ടർ ഫോർ ഈച്ച് പിക്ചേഴ്സ്. ശ്രദ്ധിച്ചോ, ഓരോ ചിത്രത്തിനും സാമ്പത്തിക മേഖല തിരിച്ചറിയുക. ഓരോ ചിത്രത്തിലെയും സാമ്പത്തിക മേഖലകൾ തിരിച്ചറിയുക. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ, ഇവിടെ ഓരോ പ്രധാനപ്പെട്ട പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സാമ്പത്തിക മേഖലകൾ തിരിച്ചറിയാനാണ് നമ്മളോട് ചോദിച്ചത്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി മക്കളെ. മാച്ച് ദ വർക്ക് വിത്ത് കറക്റ്റ് എക്കണോമിക് സെക്ടർ. അതായത് നിങ്ങൾ കാണാൻ പറ്റും, ജോലിയെ ശരിയായ സാമ്പത്തിക മേഖലയുമായി പൊരുത്തപ്പെടുക. അതായത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്രമപ്പെടുത്തണം. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ ഒരു ഭാഗത്ത് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വർക്കിനകത്ത് മൈനിങ്, കോള്, അതുപോലെ തന്നെ ഫാമിംഗ്, ഡ്രൈവിംഗ് ബസ്, അതുപോലെ തന്നെ മേക്കിംഗ് പേപ്പർ. ഇപ്പുറത്താണെങ്കിൽ സെക്ടേഴ്സിലാണെങ്കിൽ ടെറിഷറി, പ്രൈമറി, അതുപോലെ സെക്കൻഡറി. ശ്രദ്ധിക്കണേ, ജോലിയിലാണെങ്കിൽ കൽക്കരി ഖനനം, കൃഷി, ബസ് ഡ്രൈവിംഗ്, പേപ്പർ നിർമ്മാണം. ഇപ്പുറത്താണെങ്കിൽ തൃതീയ, പ്രാഥമിക, ദ്വിതീയ മേഖലകൾ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രമപ്പെടുത്തി എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ, ഈ ഇത്തരത്തിലേക്കുള്ള 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് മക്കളെ? ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ ആയിട്ടുള്ള, നോക്ക്, 7ാമത്തെ ചാപ്റ്റർ, 7th ചാപ്റ്ററിലുള്ള ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക്. ഈ ചാപ്റ്ററിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ചാപ്റ്ററിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള എക്കണോമിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഭാഗത്താണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കിയോളൂ, എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അവിടെ പറയുന്നുണ്ട് മക്കളെ, ദേ പിടിച്ചോ, ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. കുഞ്ഞുങ്ങളെ അവിടെ ശ്രദ്ധിച്ചോളൂ, അവിടെ പറയുന്നുണ്ട് പ്രധാനമായിട്ടും വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വരുമാനം, ശ്രദ്ധിക്കണേ, എന്താണ് വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ. ആ വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ മക്കളെ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെയൊക്കെ തന്നെ പാരന്റ്സ് ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ആ ജോലികളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വരുമാനത്തിൽ നിന്നാണ്. അപ്പൊ ആ ചെയ്യുന്നതൊക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. മക്കളെ ശ്രദ്ധിക്കുക, ഈ ഒരു സാമ്പത്തിക പ്രവർത്തനം അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലേ, ദീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് മെയ്ഡ് പോസിബിൾ ത്രൂ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സാമ്പത്തിക പ്രവർത്തനം എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ലഭ്യമാകുന്നത്. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, ഇതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം അല്ലേ, ഉൽപാദനം എന്ത് ചെയ്യുന്നു, നടത്തുന്നു. ആ ഉൽപാദനം നടത്തുന്നതിലൂടെയാണ് മക്കളെ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ഈ ഒരു ഇൻകം നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇൻകം അല്ലെങ്കിൽ പണം എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. ഇൻകം അല്ലെങ്കിൽ പണം കിട്ടുന്നത്. അപ്പൊ പണം കിട്ടുന്ന ആ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനത്തിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ഫാർമർ ആണെങ്കിൽ ആ ഫാർമർ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ പാരന്റ്സ് ഇതേപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്, അതൊരു കൺസ്ട്രക്ഷൻ വർക്കാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വക്കീലാണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്. മക്കളെ, എന്ത് ജോബാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ വർക്കാണ്, ഒരു പ്രൊഡക്ഷനാണ്, ഒരു ഉൽപാദനമാണ് അവിടെ ചെയ്യുന്നത്. അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് എന്താണ്,
ഇൻകം അല്ലെങ്കിൽ പണമാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി മക്കൾ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് വിവിധ മേഖലകളാക്കി വിവിധ സെക്ടേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് മക്കൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തത് പ്രൈമറി സെക്ടർ. ഫസ്റ്റ് വൺ വരുന്നതാണ് ഇത് മക്കളെ, പ്രൈമറി സെക്ടർ. ഒന്നാമത്തത് ശ്രദ്ധിച്ചോളൂ, അതാണ് പ്രൈമറി സെക്ടർ. രണ്ടാമത്തത് സെക്കൻഡറി സെക്ടർ. തേർഡ് വൺ ടെറിഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം പ്രാഥമിക മേഖല. പ്രൈമറി സെക്ടറിന്റെ മലയാളമാണ് പ്രാഥമിക മേഖല. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ദ്വിതീയ മേഖല. എന്താ പറയുക, ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയാണ് ഇത് സെക്കൻഡറി സെക്ടർ. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ തൃതീയ മേഖല. എന്താ പറയുക, തൃതീയ മേഖല. ഇങ്ങനെ 3 മേഖലകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചിട്ടുള്ളത്. നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിളുകൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പൊ നോക്കുക, പ്രാഥമിക മേഖലയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ. കൃഷി പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോറസ്ട്രി, വനം ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ ദ്വിതീയ മേഖലയ്ക്ക് എക്സാമ്പിൾ ആണ് കൺസ്ട്രക്ഷൻ, അല്ലെ, ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, വൈദ്യുത ഉൽപാദനം ഒരു ഇതാണ്. അതേപോലെ തന്നെ തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഈ പറയുന്ന ആരോഗ്യ പരിചരണം, അതേപോലെ തന്നെ ഗതാഗതം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നിങ്ങൾ നോക്കി, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ പറയുന്ന പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കുക, അവിടെ പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരും ശ്രദ്ധിച്ചോ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖലകൾ. അപ്പോൾ മനസ്സിലാക്കി നോക്കുക, പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ നോക്ക്, പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ഈ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ പറയുന്ന നമ്മുടെ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നോക്ക്, കൃഷിക്കാണ് അതിന് സാധാരണ പ്രാധാന്യം കൊടുക്കാറുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന, പണ്ട് മുതലേ നടത്തി വരുന്ന ഒന്ന് കൃഷിയാണ്, അഗ്രികൾച്ചർ ആണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ കേട്ടോ. അപ്പൊ അഗ്രികൾച്ചർ മാത്രമാണോ? അല്ല, അഗ്രികൾച്ചർ ഉണ്ട്, ഫോറസ്ട്രി ഉണ്ട്, മൈനിങ് ഉണ്ട്, ഫിഷറീസ് ഉണ്ട് കേട്ടോ. കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നോക്കി മക്കളെ, എല്ലാവർക്കും ഇവിടെ കാണാം, കൃഷി കാണുന്നുണ്ടല്ലോ, അല്ലേ, കൃഷി കാണുന്നുണ്ട്. അതുപോലെ ഫോറസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ ഫിഷിംഗ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഈ പറഞ്ഞ ഇത് ഈ പ്രധാനപ്പെട്ടുള്ള പ്രാഥമിക മേഖലയാണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഉപയോഗപ്പെടുത്തുകയാണ്, അല്ലെ, നേരിട്ട് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ പറയുന്നുണ്ട്, പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. എക്സാമ്പിൾ ഇതിൽ പറഞ്ഞു, വ്യവസായത്തിന് പ്രാധാന്യമുള്ള മേഖലയായതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ വൈദ്യുത ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ പറയുന്നുണ്ട്, ഇൻവോൾവ്സ് ആക്ടിവിറ്റി ടു ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം പ്രൈമറി സെക്ടർ. അതായത് പ്രൈമറി സെക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രാഥമിക മേഖലയുണ്ടല്ലോ, അവിടെ നിന്നുള്ള, അതായത് ശ്രദ്ധിക്കണം മക്കളെ, പ്രൈമറി സെക്ടറിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് എന്താ ഉപയോഗിക്കുന്നത്, പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ്, ഈ പറയുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് ആക്ച്വലി എന്ത്, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ടുള്ള ഈ ഒരു സെക്കൻഡറി സെക്ടറിൽ എന്ത് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയോ, പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ, അതായത് പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൃഷിയൊക്കെ തന്നെ പ്രാഥമിക മേഖലയാണ്. മക്കളെ, പരുത്തി അല്ലെങ്കിൽ കോട്ടൺ ഉണ്ട്. പരുത്തി നിങ്ങൾ കണ്ടിട്ടില്ലേ, പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ? ഈ പരുത്തി കൃഷി ചെയ്യുന്നതാണ്, കൃഷിയായിട്ടാണ് പരുത്തി ഉണ്ടാക്കുക. പരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരു ചെടിയാണ്, അതിന്റെ മുകളിലാണ് ഈ പരുത്തി ഉണ്ടാവുക. ഈ പരുത്തി നമ്മൾ പ്രധാനമായിട്ടും അതെന്താണ്, പരുത്തി എന്ന് പറഞ്ഞാൽ അതൊരു റോ മെറ്റീരിയൽ ആണ്, ഒരു അസംസ്കൃത വസ്തുവാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ വ്യവസായശാലയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഡ്രസ്സാക്കി കഴിഞ്ഞാൽ ആ ഡ്രസ്സാക്കി ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കി, അതായത് ഈ ഒരു പരുത്തിയെ നമ്മൾ ഇതുപോലെ തന്നെ ഇതിനെ എന്താക്കുകയാണ്, ഒരു ഡ്രസ്സാക്കി മാറ്റുകയാണെങ്കിൽ, വസ്ത്രമാക്കി മാറ്റുകയാണെങ്കിൽ അത് ഏത് മേഖലയ്ക്കകത്താണ്, ഈ ഒരു സെക്കൻഡറി സെക്ടറിൽ. അപ്പോൾ പരുത്തി എന്ന് പറയുന്ന അസംസ്കൃത വസ്തുവിനെ നമ്മളൊരു ഫാക്ടറി കൊണ്ടുപോയി അതിനെ നമ്മൾ ഡ്രസ്സാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് മേഖലയിലാണ്, ഈ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലാണ്.
മനസ്സിലാക്കി വെക്കുക. അതാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഈ പറയുന്ന പ്രാഥമിക മേഖലയിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈമറി സെക്ടറിലുള്ള റോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഇവിടെ സെക്കൻഡറി സെക്ടറിൽ സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പരുത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രസ് മേക്കിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത് ഏതിൽ പെടുന്നതാണ്? ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ കാണാം. കണ്ടോ, നിങ്ങൾ നോക്ക്, അവിടെ നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റിയാണ്, ഇലക്ട്രിസിറ്റി നിർമ്മാണമാണ് അല്ലേ, കറണ്ട്, നമ്മുടെ വൈദ്യുതി നിർമ്മാണമാണ്. നമുക്കറിയാലോ, നമ്മൾ പ്രകൃതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രകൃതി വിഭവമായിട്ടുള്ള ജലം, ആ ജലം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ കുറേ സാധനങ്ങൾ അല്ലേ, മറ്റുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, വ്യാവസായികമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സംഭവം ചെയ്യാണ്. അപ്പോൾ അതാണ് ഇത് വൈദ്യുത ഉപകരണം. അതേപോലെ തന്നെ നോക്കുക, ശ്രദ്ധിക്കുക, നിങ്ങൾ നോക്കുക, ഇതേപോലെ തന്നെ ഇതൊരു കൺസ്ട്രക്ഷൻ ആണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ വേണം, ഇതുപോലെ തന്നെ മെറ്റൽ വേണം, സിമെന്റ് വേണം, കമ്പി വേണം. ഇതൊക്കെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമല്ലേ. ഇരുമ്പ്, നമ്മുടെ ഈ പറഞ്ഞ ധാതുക്കൾ, ഇതുപോലെ തന്നെ മിനറൽസ് ഇതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. അതേപോലെ തന്നെ സിമെന്റ് അതായിക്കോട്ടെ. അത് കൂടാതെ മക്കൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഈ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇത് വേണം, ഇത് നമ്മുടെ മെറ്റൽ വേണം അല്ലേ, മെറ്റൽ, പാറക്കഷ്ണങ്ങൾ. ഈ പാറക്കഷ്ണങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താക്കുകയാണ്, ഇതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്, ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ചെയ്യാണ്. അത് ആക്ച്വലി ഇതിലാണ് പെടുന്നത്, ഇത്തരത്തിലേക്കുള്ള സെക്കൻഡറി സെക്ടറിലാണ്. അതാ പറഞ്ഞത്, പ്രകൃതിയിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഇത് സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ മക്കൾ മനസ്സിലാക്കുക, അപ്പോൾ എന്താണ് പ്രൈമറി സെക്ടർ? പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ തന്നെ നേരിട്ട് ഉപയോഗിക്കുക, അതിൽ മാറ്റമൊന്നുമില്ല, നേരിട്ട് എന്ത് തന്നെയാണ് ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളെ അതൊന്ന് മോഡിഫൈ ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കി എന്ത് ചെയ്യാണ്, മാറ്റാണ്. അതാണ് വ്യത്യാസം കേട്ടോ, ഓർത്ത് വെച്ചുകൂടാ. അപ്പോൾ ഇതിന്റെ എക്സാമ്പിളുകൾ ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ മെത്തേഡ് ശ്രദ്ധിക്കുക, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കണ്ടില്ലേ, ഇതൊക്കെ ഈ വ്യവസായശാലകളാണ്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് കേട്ടോ. ഈ തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. റെഡി. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടെറിഷറി സെക്ടർ ആണ്. ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല, ഇതിനെ വിളിക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടർ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സർവീസ് സെക്ടർ എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയൂ, സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ സേവന മേഖല കേട്ടോ. ഇതിനെ വിളിക്കുന്ന പേരാണ് സർവീസ് സെക്ടർ. നമ്മൾ വിളിക്കുന്ന പേരാണ് സർവീസ് സെക്ടർ. സർവീസ് സെക്ടർ ഇതിനെ, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഇതിന്റെ ഒരു പേര് സേവന മേഖല എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു, സേവന മേഖല. അതെന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, നോക്കാം. മക്കൾ ശ്രദ്ധിച്ചോ, അവിടെ പറയുന്നുണ്ട്, നോക്കുക, എല്ലാ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നോ, അവിടെ പറഞ്ഞു പ്രൊവൈഡ് സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. മക്കളെ ശ്രദ്ധിക്കുക, പ്രാഥമിക ദ്വിതീയ മേഖലകൾ, അതായത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പിന്തുണ നൽകുന്ന മേഖലയാണ് ഈ പറയുന്ന ഇത് തൃതീയ മേഖല. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രാഥമികവും അതേപോലെ തന്നെ ദ്വിതീയ മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണയാണ് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാണ്, നോക്കിയോളൂ. പ്രാഥമിക ദ്വിതീയ മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമൊപ്പം വിവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിൾ പറയാണ് ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം കേട്ടോ. അതായത് ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് സേവന മേഖല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം മക്കളെ, എന്താണെന്നുള്ളത് ഞാൻ പറയാം, നോക്കിക്കോട്ടോ. ഒറ്റ കാര്യം നോക്കിയാൽ, നമ്മളിപ്പോൾ ഒരു കൃഷി തുടങ്ങണം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൃഷി തുടങ്ങണം. കൃഷി തുടങ്ങണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്ത് വേണം, കയ്യിൽ പൈസ വേണം. അപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. ആ ബാങ്കിൽ നിങ്ങൾ ലോൺ എടുക്കണമെങ്കിൽ ആ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരണമെങ്കിൽ ആര് വേണം, ഈ സർവീസ് സെക്ടർ വേണം. മനസ്സിലാക്കുക, ഈ സർവീസ് സെക്ടറിനാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ചെയ്തു തരുന്നത്. മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്കൊരു വീട് ഉണ്ടാക്കണം, നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്, നിങ്ങളൊരു വീട് ഉണ്ടാക്കണം. ആ വീട് ഉണ്ടാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം, കൃത്യമായിട്ടുള്ള പ്ലാനിങ് വേണം. അതുപോലെ തന്നെ അതിനും ഇതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ലോണൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിനും നമ്മൾ പോകുന്നത് എവിടെയാണ്, ഇവിടെ തന്നെയാണ് അല്ലേ. നമ്മൾ ഈ പറയുന്ന ബാങ്കിൽ എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സേവനം എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഇനി ആലോചിച്ച് നോക്ക്, ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഒരു തൊഴിലാളിയാണ്. ഈ തൊഴിലാളിക്ക് ഈ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ ഇതൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടായി, വെയിലൊക്കെ കൊണ്ട് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ആരോഗ്യ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, ആ തൊഴിലാളിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. സ്വാഭാവികമായിട്ട് ഈ തൊഴിലാളി എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ അസുഖമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം, ഉഷാറാക്കണം. കാരണം എന്നാൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾ നടക്കൂലേ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ആരോഗ്യമൊക്കെ വീണ്ടെടുക്കണമെങ്കിൽ അതിന് എന്ത് വേണം, ഈ പറയുന്ന മെഡിക്കൽ സെക്ടർ വേണം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, അതൊരു സേവനാണ് അല്ലേ. ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഇരുന്നത് സേവനാണ്. അത് എവിടുന്നാണ് വരുന്നത്, ടെറിഷറി സെക്ടറിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന തൃതീയ മേഖലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലേക്ക് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഈ ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്രൈമറി സെക്ടറിനെയും പ്ലസ് സെക്കൻഡറി സെക്ടറിനെയും ഇതിനെയൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്, ഈ
പറയുന്ന സർവീസ് സെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. രണ്ടാൾക്കാരെയും ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രവർത്തനത്തിൽ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്നതാണ് സർവീസ് സെക്ടർ അല്ലെങ്കിൽ സേവന മേഖല. അപ്പൊ അതിലെ എക്സാമ്പിൾ ആണ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക, ഇത്രയാണ് എന്ത് ചെയ്തത് ഇതിന് പറയാനുള്ളത് കേട്ടോ. അതാണ് ഇത്രയും എന്ത് ചെയ്യാണ് ഇതിനു വേണ്ടി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളാം, ഇത്രയാണുള്ളത്. ഓക്കെ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ മക്കളെ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾക്ക് കാണാൻ പോകുന്ന ഈ ഒരു ചോദ്യങ്ങളില്ലേ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫസ്റ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. എ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ ആണ്, ബി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്, സി എന്ന് പറഞ്ഞാൽ ഏതാണ് സർവീസ് സെക്ടർ അല്ലെ. ഫസ്റ്റ് ചോദ്യം, ഐഡന്റിഫൈ ദ എക്കണോമിക് സെക്ടർ ഫോർ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിനും സാമ്പത്തിക മേഖല തിരിച്ചറിയുക. അപ്പോൾ ഓരോ ചിത്രത്തിന്റെയും സാമ്പത്തിക മേഖലകൾ തിരിച്ചറിയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഓരോ ചിത്രത്തിന്റെയും സാമ്പത്തിക മേഖല തിരിച്ചറിയുക. നോക്കിയോളൂ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അത് ഏത് സെക്ടർ ആണ്? അത് പ്രൈമറി സെക്ടർ ആണ്. ഒന്നാമത്തെ അറിയാം, ഫസ്റ്റ് വൺ പ്രൈമറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രാഥമിക മേഖലയാണ് ഒന്നാമത്തത്. അപ്പൊ നമുക്ക് എഴുതിക്കൂടെ, ഇത് പ്രാഥമിക മേഖല. ഇനി രണ്ടാമത്തത് ബി എന്ന് പറഞ്ഞാൽ അത് ഏത് സെക്ടർ ആണ്? ഇത് സെക്കൻഡറി സെക്ടർ. സെക്കൻഡ് വൺ ആണ് ഇത് സെക്കൻഡറി സെക്ടർ ആണ്. സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റും ദ്വിതീയ മേഖല. സെക്കൻഡ് വൺ ആണ് ഇത് ദ്വിതീയ മേഖല. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ടെറിഷറി സെക്ടർ. എന്താണ്? ടെറിഷറി സെക്ടർ ആണ്. ടെറിഷറി സെക്ടർ ആണ്. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ തൃതീയ മേഖല. തൃതീയ മേഖല. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. റെഡി അല്ലേ, റെഡി അല്ലേ, സെറ്റ് അല്ലേ? ഇനി അടുത്ത അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മാച്ച് ദ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയോ, മാച്ച് ദ വർക്ക് വിത്ത് ദ കറക്റ്റ് എക്കണോമിക് സെക്ടർ. അതായത് ഈ പറയുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയും അതേപോലെ തന്നെ അവിടുത്തെ ജോലിയുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ക്രമപ്പെടുത്തി എഴുതണം. ഇതിനകത്ത് ഓൾറെഡി ഒന്ന് കൊടുത്തു. ഒന്ന് മൈനിങ്, അത് മൈനിങ് കോൾ, അതുപോലെ ഫാമിംഗ്, ഡ്രൈവിംഗ് എ ബസ്, മേക്കിംഗ് എ പേപ്പർ. അപ്പൊ ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അപ്പൊ നോക്കിയോളൂ, മൈനിങ് കോൾ, മൈനിങ് കോൾ ആണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം തന്നെയാണ് അല്ലെ. ഈ കോൾ അല്ലെങ്കിൽ ഖനനം എന്നൊക്കെ പ്രകൃതിയിൽ നേരിട്ട് കിട്ടുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഫാമിംഗ്, ഫാമിംഗ് എന്ന് പറഞ്ഞാലും പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പൊ പ്രകൃതിയിൽ നിന്നുള്ള നേരിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് ഏത് സെക്ടറാണ് നമ്മൾ പഠിച്ചത്? അത് നമ്മൾ പഠിച്ചത് പ്രൈമറി സെക്ടർ എന്നാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന രണ്ടെണ്ണം ഏതൊക്കെ, ഈ പറയുന്ന എയും ബിയും വരിക പ്രൈമറി സെക്ടർ, ഇവ രണ്ടും വരിക പ്രൈമറി സെക്ടർ ആണ്. ഓക്കെ, ഇത് പ്രൈമറി സെക്ടറിലാണ് വരിക. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ മക്കൾ അടുത്ത ചോദ്യം, അപ്പൊ ഇത് രണ്ടും വരുന്നത് പ്രൈമറി സെക്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇത് രണ്ടും പ്രൈമറി സെക്ടർ ആണ്. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കുക, അടുത്ത പോയിന്റ് ഡ്രൈവിംഗ് എ ബസ് ആണ്. മക്കൾ ശ്രദ്ധിക്കുക, ഡ്രൈവിംഗ് എ ബസ്, അതായത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബസ്സിൽ ഇതേപോലെ തന്നെ എന്താണ് ഡ്രൈവ് ചെയ്യാണ് അല്ലെ. ആ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അത് ഏതിലാണ് വിടുക? അത് സേവനമാണ്. അപ്പൊ അത് ടെറിഷറി സെക്ടറിലാണ്. തേർഡ് വൺ അതിലാണ് വരിക. ഇനി അടുത്ത നോക്കിയോളൂ, മേക്കിംഗ് പേപ്പർ, പേപ്പർ നിർമ്മാണമാണ്. അപ്പൊ അത് എവിടുന്നാ വരിക? പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുള അല്ലെങ്കിൽ വൈക്കോൽ ഉണ്ടാവില്ലോ, ആ വൈക്കോലൊക്കെ എടുത്തിട്ടാണ് പേപ്പർ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഒരു പ്രകൃതി വിഭവം എടുത്തിട്ട് അല്ലെങ്കിൽ ഈ റിസോഴ്സുകൾ എടുത്ത് ഒരു റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അത് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, അതാണ് പേപ്പർ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഏതിലാണ് വരിക? അത് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖലയാണ് വിടുക. അങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളൂ. ഈ പറഞ്ഞ കൽക്കരി ഖനനവും അതേപോലെ തന്നെ പ്രാഥമിക മേഖലയിലാണ് എന്ത് ചെയ്യുന്നത്, പെടുന്നത്. അതേപോലെ തന്നെ കൃഷി പ്രാഥമിക മേഖലയിലേക്കാണ് പെടുക. അതേപോലെ തന്നെ ബസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അത് തൃതീയ മേഖലയിലേക്കാണ് പെടുക. അതേപോലെ തന്നെ പേപ്പർ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്? ദ്വിതീയ മേഖലയിലേക്കാണ്. ഇങ്ങനെയാണ് വരിക. പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ രീതിയിലേക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്ത് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഏകദേശം ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ഭാഗം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം മീൻസ് നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഈ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ ആയിട്ടുള്ള ഈ ഒരു എക്കണോമിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവും, പോകാൻ വേണ്ടി പാടുള്ളൂ. അത് ആദ്യം തന്നെ പറയുകയാണ്. സോ മക്കളെ, അത്രയുമാണ് ഈ ഒരു പ്രധാനപ്പെട്ട വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാണ്, ഇതുവരെ ട്യൂഷനും കാര്യങ്ങൾക്ക് പോകാത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സൈലത്തിന്റെ വജ്ര ബാച്ച് ഇതുപോലെ തന്നെ ഒരുങ്ങിയിട്ടുള്ളത്. സോ വജ്ര ബാച്ചിനകത്ത് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ അവസാനത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ഒരു ടീച്ചർ, മനസ്സിലാക്കി വെക്കുക, ഒരു ടീച്ചർ ഏത് പ്രധാനപ്പെട്ട മേഖലയിലാണ് ഉൾപ്പെടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അതായത് ഒരു ടീച്ചർ ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ടീച്ചറാണ്, നിങ്ങളുടെ ജെസി സാർ, നിങ്ങൾക്ക് അറിയാലോ, ഈ പറയുന്ന നിങ്ങളുടെ ജിതിൻ ജെസി, ഈ പറയുന്ന ജിതിൻ ജെസി ആണല്ലേ, എന്റെ പേര് ജിതിൻ ജെസി എന്നാണ്. അപ്പൊ മക്കളെ, ഈ ജിതിൻ ജെസി എന്ന് പറയുന്ന ടീച്ചറായിട്ടുള്ള ഞാൻ ഏത് സെക്ടറിലാണ് പെടുക? പ്രൈമറി സെക്ടർ ആണോ, സെക്കൻഡറി സെക്ടർ ആണോ, അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ ആണോ? അതായത് മക്കളെ, പ്രാഥമിക മേഖലയാണോ, ദ്വിതീയ മേഖലയാണോ, തൃതീയ മേഖലയാണോ എന്ന് മക്കൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്തോ. ഈ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും
ഫസ്റ്റ് കമന്റ്, അതായത് ഏറ്റവും അടിപൊളിയായിട്ട് ആരാണോ ഫസ്റ്റ് ചെയ്യുന്നത് അവരെ അടുത്ത ലൈവിനകത്ത് എന്ത് ചെയ്യും നമ്മൾ പറയും. സോ മറക്കണ്ട, ഇനി നടക്കാൻ പോകുന്ന ലൈവുകളുണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പങ്കെടുക്കണം. അത് കൂടാതെ എക്സാമിന്റെ അന്നേ ദിവസം രാവിലെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാവും. ഞങ്ങൾ എല്ലാ ഫാക്കൽറ്റീസും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. സോ അതിനകത്തൊക്കെ മക്കളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. സോ മക്കൾ മറക്കണ്ട, ജെയ്സി സാറാണ്, ചിതിൻ സാറാണ്. സോ ഇതിന്റെ കമന്റ് നിങ്ങൾ ഇതിന്റെ ആൻസർ ജസ്റ്റ് കമന്റ് ചെയ്തോ. സോ ബൈ എവരിവൺ, ബൈ മക്കളെ, ബൈ 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 ബൈ.